സ്നേഹ സർവേഭ്യ നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മളിന്ന് കൂടിയിരിക്കുന്നത് SCM UP സ്കൂൾ കൊളയാർ സ്കൂളിന്റെ ഈ ക്ലാസ് റൂമിലാണ് കൂടിയിരിക്കുന്നത്. ഇവിടെ ഇന്ന് ഞാൻ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ SCM-ലെ കുട്ടികൾ 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾ സംസ്കൃത സ്കോളർഷിപ്പില്, അതായത് ഈരാറ്റുപേട്ട ഉപജില്ലാ സംസ്കൃത സ്കോളർഷിപ്പില് വൻ വിജയം നേടിയിരിക്കുകയാണ്. അതായത് 18 കുട്ടികൾ പരീക്ഷ എഴുതിയ 18 കുട്ടികളും പരീക്ഷയിൽ ഉന്നത നിലവാരത്തിൽ വിജയിച്ചു. അതിൽ റാങ്കോടുകൂടി വിജയിച്ച കുട്ടികളുണ്ട്. ഫേസ്ബുക്കിൽ ഇട്ട് ബർത്ത്ഡേയുടെ കേക്ക് കൊണ്ടുവന്നാണോ? കേക്ക് പറഞ്ഞു. സുന്ദരിയായിട്ട് വന്നിരിക്കുക. ഇത്ര നേരമായിട്ട് പോകുന്നു മാടി. എന്താണ് നല്ല ക്ലൈമറ്റ് ആയി വരിക. അടുത്ത ദിവസം പോവാം. സന്തോഷി, നമസ്കാരം. ആയിക്കോട്ടെ. ഹായ്. నిస్సగమాపని పానిత సానిపమాగరి నిస్సగమాపని పానిత సానిపమాగరి నిత సాని పమాగరి గమదనిత నిత సాని పమాగరి గమదనిత ఆలోకవాసంగ మంత్రాక్షరం లోక కళ్యాణ కారణ వేదామృతం ఆలోకవాసంగ మంత్రాక్షరం లోక కళ్యాణ కారణ వేదామృతం. പരീക്ഷയുടെ വിജയത്തിൽ എന്താണ് ആദ്യമായിട്ട് തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ട്. ആ സന്തോഷം നിങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? അതായത് സ്കൂളിനോടാണോ, സാറുമാരോടാണോ, അതോ സംസ്കൃതം പഠിപ്പിച്ച സാറിനോടാണോ? സാറിനോട്. സാറിൻ്റെ പേരെന്താണ്? സാൽവിൻ സാർ. അപ്പോൾ നമുക്ക് മൊത്തം 18 പേര് പരീക്ഷ എഴുതിയത് എത്ര പേരാണ്? 18 പേര് ജയിച്ചു. നമുക്ക് അതിൽ എത്ര പേർക്ക് റാങ്ക് കിട്ടിയത്? എല്ലാവർക്കും റാങ്ക് കിട്ടി. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് നേടിയവർ എത്ര പേരുണ്ട്? ആയിട്ട് നിങ്ങൾക്ക് സാറുമാര് അല്ലെങ്കിൽ സാൽവി സാറ് കൂടുതൽ ദിവസം നിങ്ങൾക്ക് ട്രെയിനിങ് തന്നോ? തന്നു. സാറിൻ്റെ പിന്തുണ, സ്കൂളിൻ്റെ പിന്തുണ, അതൊക്കെയാണ് നിങ്ങളുടെ വിജയത്തിന് പിന്നിൽ. പറഞ്ഞു. ആരാ പറഞ്ഞു? അധ്യാപകരുടെ പ്രോത്സാഹനമുണ്ട്. മാതാപിതാക്കളുടെ പിന്തുണയുണ്ട്. ഞാനൊന്നും പറയുന്നില്ലേ? സംസ്കൃത സ്കോളർഷിപ്പിന് കൂടുതൽ 100% വിജയം നേടി അല്ലേ? 100% വിജയം. 18 പേര് പങ്കെടുത്തു. 18 പേരും സംസ്കൃത സ്കോളർഷിപ്പിന് അർഹത നേടി. അതിലേറെ 1, 2, 3, 4, 5, 6 സ്ഥാനത്ത് തുടർച്ചയായിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ്. മിക്ക ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ 1, 2, 3, 4, 5, 6 എന്നുള്ളത് 5ാം ക്ലാസ്സിലും അങ്ങനെ തന്നെയല്ലേ?
ഒരു കുട്ടി മാത്രം. നയന മാത്രം ഒരു ചാൻസ് പറയുന്നത്. 4 5 ആ ശരി ഉള്ള എല്ലാവർക്കും നമ്മുടെ എമർജൻസികൾ നോക്കിക്കേ. 1 2 3 4 പറയില്ലേ, സംസ്കൃതം നോക്കിക്കേ. ഏകം കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ കേട്ടിട്ടുണ്ടോ? ഈ സംസ്കൃതം പഠിക്കുന്നത് കേട്ടിട്ടില്ലേ? ഏകം, ഏകവാര, ഏകദിനം, ഇതൊക്കെ കേട്ടിട്ടില്ലേ? അല്ലേ? അപ്പം അതുപോലെ ദൈവാരിക കേട്ടിട്ടില്ലേ? ത്രീണി, ത്രികോണം അല്ലേ? 3 ത്രീണി അല്ലേ? അതുപോലെ പഞ്ചപാണ്ഡവർ, പഞ്ചവർണ്ണ കിളികൾ, പഞ്ചവർണ്ണ കിളികൾ, ഇതൊക്കെ മലയാളമായിട്ട് ഷട്ട് കേട്ടിട്ടുണ്ടോ? മലയാളമായിട്ട് ഷട്പദങ്ങൾ, ആകാരമുള്ള ജീവികളെ ഷട്പദങ്ങളുടെ മലയാളം സപ്ത ഏറ്റവും കൂടുതലുള്ള സപ്ത. അമ്പലത്തിലൊക്കെ സപ്താഹം നടത്തിയത് 7 സപ്താഹം, 7 സപ്ത സ്വരങ്ങൾ കേട്ടിട്ടില്ലേ? 7 സ്വരങ്ങൾ ഒരുപാട്. നവരാത്രി, 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 നവരസം, 9 രസം അല്ലേ? ദശാവതാരം കേട്ടില്ലേ? അപ്പൊ 1 മുതൽ 10 വരെ നമ്മൾ എടുത്തപ്പോൾ തന്നെ എല്ലാം നിങ്ങൾ സംസ്കൃതം പഠിക്കുന്നതിന് മുമ്പേ മലയാളത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത്രയ്ക്ക് തത്വങ്ങളാണ് പഠിക്കേണ്ട ഭാഷ അല്ലേ? അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സംസ്കൃതം ഇഷ്ടമാകുന്നു, എളുപ്പമാകും. സംസ്കൃതം ഇഷ്ടമാണോ? സംസ്കൃതം പഠിക്കാൻ ഇഷ്ടമുള്ളത് ചാടി मम नाम कार्तिका के संतोष. पौधा नाम की मम नाम सिद्धार्थ कर्णफिलास. അടുത്ത വർഷത്തേക്കുള്ള പ്രാക്ടീസ് ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. അത് അവര് കുട്ടികൾ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങള് 18 പേരുണ്ട്. 18 പേര് ഞാനും ഉണ്ട്. അത് ഗുഡ് മോർണിംഗ് രാവിലെ ഇടുന്നതിന് പകരം ഒരു ക്വസ്റ്റ്യൻ ആൻസർ കുട്ടികൾ എവിടെ നിന്ന് എങ്കിലും കണ്ടെത്തുക. യൂട്യൂബിൽ നിന്നോ അതോ ഗൂഗിളിൽ നിന്ന്, അതുപോലെ ജെമിനിയിൽ നിന്ന്, മെറ്റാ എഐയിൽ നിന്ന്, ഇങ്ങനെ കുട്ടികൾ തന്നെ ഒരു GK ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് ഗുഡ് മോർണിംഗ് ഇടുന്നതിന് പകരം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗിന്റെ കൂടെ തന്നെ അവരൊരു ക്വസ്റ്റ്യൻ ഇടും, ആൻസറും ഇട്ടും. അപ്പം 18 ക്വസ്റ്റ്യൻ ആൻസർ ഒരു ദിവസം കിട്ടുന്നുണ്ട്. അത് ഒരാഴ്ചയാകുമ്പോഴത്തേനും എത്രയായി? 126 ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നുണ്ട്. അത് ഒരു മാസം 30 ദിവസം ആകുമ്പോഴത്തേനും 18 പേര് ഇടുന്നതിന് 540 ക്വസ്റ്റ്യൻ ആൻസർ കുട്ടികളെ അത് കാണാൻ പഠിക്കുന്നുണ്ട്. അത് ഒരു വർഷം 365 ദിവസം ആകുമ്പോൾ 6570 അല്ലേ? 6570 ക്വസ്റ്റ്യൻ ആൻസർ. ആ ഒരു പരിപാടി പുതിയതായിട്ട് തുടങ്ങിയപ്പം കുട്ടികളുടെ ഭാഗത്തുള്ള സഹകരണം, നല്ല സഹകരണം എന്ന് പറഞ്ഞാൽ അവര് ആവേശത്തോടു കൂടിയാണ്. ഒരു ഗുഡ് മോർണിംഗ് ഇടുന്നതിന് പകരമായിട്ട് ഞങ്ങൾ ചുമ്മാ അത് സന്തോഷത്തോട് ഒരു ഗെയിം പോലെയാണ് തുടങ്ങി വെച്ചത്. പക്ഷെ അത് കുട്ടികൾ അത് പഠിക്കുന്നുണ്ട്. ഞാനത് ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുന്നുണ്ട്, ആൻസർ അവർ പറയുന്നു. അവര് തന്നെ കണ്ടെത്തി അതിനകത്ത് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു വിടുന്നുണ്ട്. തത്വം കിട്ടുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. പഠന വിജയം, ഉന്നത വിജയത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, എല്ലാവിധ ആശംസകളും സാറിനും കുട്ടികൾക്കും. അപ്പം ഈ സന്തോഷത്തിൽ നിങ്ങൾക്കൊപ്പം ഞാനും പങ്കാളിയാകുന്നു. കലോത്സവത്തിലെ 2 വർഷമായിട്ട് ഗാനാലാപനത്തിന് ജില്ലാ തലത്തിൽ പോയി മത്സരിച്ചിരുന്നു. ജനറൽ കലോത്സവത്തിനും ലളിതഗാനത്തിനും തേർഡ് പ്രൈസ് നേടാൻ പറ്റി. അല്ലേ?
സ്കോളർഷിപ്പ് നേടിയതിൻ്റെ ആഹ്ലാദം പങ്കിട്ടുകൊണ്ട് എല്ലാവരും ചെറിയൊരു പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് സാറിൻ്റെ കൂട്ടത്തിൽ. അപ്പം മുമ്പേ എല്ലാവരും എന്നോട് പറഞ്ഞു ഈ പരീക്ഷ ഇത്രയും നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് സഹായിച്ച സാൽവിൻ സാറാണെന്ന്. സാറിൻ്റെയൊക്കെ നിങ്ങളാരും ഇത് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ എപ്പോൾ പറഞ്ഞു? അതാ പറഞ്ഞു, സാറിന് കേൾക്കാൻ പറഞ്ഞില്ലല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. അത് കുട്ടികൾക്ക് ഈ ഉന്നത വിജയം കിട്ടാൻ വേണ്ടിയിട്ട് സാബിൻ സാറും അതോടൊപ്പം തന്നെ സ്കൂളിൽ നിന്നുള്ള എല്ലാ പിന്തുണയും കിട്ടി, അതുപോലെ മാതാപിതാക്കളുടെ പിന്തുണയും കിട്ടിയതാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഹാപ്പിയാണോ? ഇനി ഇപ്പോൾ ഈ വർഷം കൊണ്ട് സംസ്കൃതം നിർത്തുന്ന ആൾക്കാരുണ്ടല്ലോ? ഇല്ല, ആരുമില്ല. അപ്പോൾ 8ാം ക്ലാസ്സിലോട്ട് പോകുന്നവരോ? പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ഉണ്ട്, തുടരണമെന്ന്. അത് നല്ലൊരു ഇതാ കേട്ടോ. ഗ്രൂപ്പിൽ തുടർന്ന് പോയാൽ സംസ്കൃതം പഠിക്കാം. അല്ല, അവരെ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. താല്പര്യമുള്ളവരെ നമ്മൾ ഗ്രൂപ്പിൽ നിർത്തിക്കൊണ്ട് പോകും. ഗ്രൂപ്പിലെല്ലാവരും സജീവമാണോ? ആദ്യം ആരാ മിക്കവാറും ക്വസ്റ്റ്യൻ ഇടാറ്? ആണോ? എവിടുന്നാ ക്വസ്റ്റ്യൻ കണ്ടെത്തിയേ? ഗൂഗിളിൽ നിന്ന്. അപ്പം ബാക്കിയുള്ളവർ ഇടുന്ന ഉത്തരം കൂടെ നോക്കുന്നുണ്ടോ? അല്ല, ചോദ്യം ഉത്തരവ് നോക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു സംവിധാനം കേട്ടോ. അത് നമ്മൾ പിന്തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ വേണ്ടി മുന്നോട്ടുള്ള പരീക്ഷകളിലൊക്കെ അത് നമുക്ക് നേടാൻ വേണ്ടിയിട്ട്. സംസ്കൃതത്തിന് മാത്രമല്ല, മറ്റ് സബ്ജക്റ്റിനും അതുപോലെ മറ്റ് മത്സരങ്ങൾക്കൊക്കെ ഒരു ക്വിസ് കോമ്പറ്റീഷന് പോയാലും നമ്മുടെ കുട്ടികൾ പിന്നോട്ട് പോകില്ല. കാരണം എന്താ പറഞ്ഞതുപോലെ ഒരു വർഷമാകുമ്പോഴത്തേനും 6570 ക്വസ്റ്റ്യൻ ആൻസർ ഈ കുട്ടികൾ ഒരു ദിവസം ഒരെണ്ണം ഇടുന്നുണ്ടെങ്കിൽ പോലും 18 കുട്ടികൾ ഇടുമ്പോഴത്തേനും അതിൽ നിന്ന് തന്നെ 360 ദിവസം ആകുമ്പോൾ 6570 എണ്ണം പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കല്യാണി നമ്മള് എല്ലാ ദിവസവും ഒരു 10 ക്വസ്റ്റ്യൻ ആൻസർ, ഒരു ബുക്ക് മേടിച്ച് 10 ക്വസ്റ്റ്യൻ ആൻസർ വീട്ടിട്ട് വരുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ അവൾ അതിനെ കൊണ്ട് ക്വസ്റ്റ്യൻ ചോദിപ്പിക്കുന്നുണ്ട്. അവള് സബ് ജില്ലയിലെ 1ാം റാങ്കാണ്. ആണല്ലേ? ഉയർന്ന ഏറ്റവും കൂടുതൽ മാർക്ക് ആളാണ് വരിക. അപ്പം വളരെയധികം അഭിനന്ദനങ്ങൾ. എല്ലാ കുട്ടികളും നല്ല ആക്റ്റീവ് അല്ലേ? 1ാം റാങ്കുണ്ട്. രണ്ടുപേർക്ക് 1ാം റാങ്ക് അല്ലേ? 5ാം ക്ലാസ്സിലെ 1ാം റാങ്ക് അവനും, അതുപോലെ 6ാം ക്ലാസ്സിലെ കല്യാണി വളരെ വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളോട് നമ്മുടെ നല്ല പ്രകൃതി ഇണങ്ങിയ ആ രീതിയിൽ നിന്നുകൊണ്ടാണ് പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് പ്രത്യേക ശൈലിയുള്ള വിദ്യാഭ്യാസം ആ കുട്ടികൾക്ക് നൽകുന്നു. അത് അധികം അഭിനന്ദനീയമാണ്. ഈ സ്കോളർഷിപ്പ് ഞങ്ങളെ പഠിപ്പിച്ചത് സാലിൻ സാറാണ്. സാറിൻ്റെ പല സമയം കളഞ്ഞ് സാറ് ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞങ്ങളെ വന്ന് പഠിപ്പിക്കുന്നുണ്ട്. സാറ് നല്ല രീതിയിലാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ. ഞങ്ങൾ 18 പേര് പരീക്ഷ എഴുതി 18 പേര് ജയിച്ചു. ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒരു മടുപ്പും ഇല്ലാതെ നല്ല ആക്റ്റീവ് ആയിരുന്നു ഞങ്ങൾ പഠിച്ചത്. സാറെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇരുത്തി പഠിപ്പിക്കത്തില്ല, സന്തോഷമായിട്ട് ഓരോ കഥകളും ഓരോ കോമഡിയൊക്കെ പറഞ്ഞായിരുന്നു ഞങ്ങളുടെ ഓരോ ദിവസങ്ങളും കടന്നു പോയത്. അതുപോലെ ഈ അവസരം ഞങ്ങൾ എല്ലാവരും ജയിച്ചാൽ ഞങ്ങൾക്ക് അധികം സന്തോഷം. നമസ്കാരം. ഞങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് 18 കുട്ടികൾക്കും നേടാൻ സാധിച്ചു. അതിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയത് സാലിൻ സാറാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ശനി ഞായർ ഉൾപ്പെടെ ക്ലാസ് നടത്തുന്നുണ്ട്. AIDCL പാനൽ ബോർഡിൽ ഞങ്ങളെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടവും ഇതൊക്കെയായിരുന്നു. നല്ല രസമായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു.
la 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 la